അന്താരാഷ്ട്ര നിയമങ്ങൾ, മനുഷ്യാവകാശങ്ങൾ, സാമ്പത്തിക വിപ്ലവങ്ങൾ, സ്ത്രീവർഗത്തിന്റെ വിമോചനം ഒക്കെ പഠിപ്പിച്ച പുണ്യ റസൂൽ, സ്ത്രീ അവകാശങ്ങളുടെ ഏറ്റവും വലിയ രക്ഷകൻ, തൊഴിലാളികളുടെ ഏറ്റവും വലിയ തോഴൻ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാര്യങ്ങൾ എന്ന് തോന്നുന്ന എന്നാൽ വലിയ വലിയ കാര്യങ്ങൾ വരെ വിട്ടുകളഞ്ഞില്ല. സ്വകാര്യം പറയരുത്, പരദൂഷണം പറയരുത്, ആരെയും ബുദ്ധിമുട്ടിക്കരുത്, ആരെയും വേദനിപ്പിക്കരുത്, നല്ലതല്ലാതൊന്നും പറയരുത്, മരിച്ച മനുഷ്യരെ ആക്ഷേപിക്കരുത്. മൃതദേഹത്തെ കൊണ്ടുപോകുമ്പോ എഴുന്നേറ്റ് നിൽക്കണം. ഒരു യഹൂദിയുടെ ദേഹം കൊണ്ടുപോയി മദീനയിലൂടെ പുണ്യ റസൂൽ എഴുന്നേറ്റ് നിന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബികൾ ചോദിച്ചു, എല്ലാ ദേഹത്തിനും ഇത് ബാധകമാണോ? ഇതിപ്പോ യഹൂദിയ, ബഹുസ്വരത, എല്ലാരെയും ഉൾക്കൊള്ള, എല്ലാരെയും അംഗീകരിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ മഹാപണ്ഡിതയായിരുന്നു. പാണ്ഡിത്യം, കാവ്യരചന, വാഗ്മിത. ആയിഷയെ പോലെ പ്രസംഗിക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് അബൂ മൂസൽ അശ്അരിയാണ്. സഹാബാക്കളിൽ പ്രമുഖനായ അബൂ മൂസൽ അശ്അരി, ആയിഷയെ പോലുള്ള ഒരു വാഗ്മിയെ ഞങ്ങൾ വേറെ കണ്ടിട്ടില്ല. നബിയുടെ ഒരു ചെറിയ മുറിയിലാണ് ഇതൊക്കെ നടക്കുന്നത്. ആയിഷ ബീബി അവിടെയാണ്, വാഗ്മിതി അവിടെയാണ്, വിജ്ഞാനം അവിടെയാണ്, വിപ്ലവം അവിടെയാണ്, സംസ്കാരം അവിടെയാണ്. അതിന്റെ അകത്തേക്ക് ശരിക്കൊന്ന് കടക്കണമെങ്കിൽ തല കുനിയണം. അത്ര ചെറിയതായ ഒരു കൊച്ചു കൂര ലോക വിപ്ലവത്തിന്റെ സങ്കേതമായി, പരിവർത്തനത്തിന്റെ ശിരാകേന്ദ്രമായി, കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയുടെ മോചനമായി, തൊഴിലാളിക്ക് വയർപ്പ് വറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കുന്ന ഏറ്റവും വലിയ മോചന മന്ത്രമായി, സമത്വത്തിന്റെ ഏറ്റവും വലിയ വിളംബരമായി, മനുഷ്യത്വത്തിന്റെ പ്രഖ്യാപനമായി, മാനവികതയുടെ ആഘോഷമായി, രാഷ്ട്രീയ സമത്വത്തിന്റെ, സാമ്പത്തിക സാഹോദര്യത്തിന്റെ ഏറ്റവും വലിയ വിളംബരമല്ലയോ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഗർ ഖമോഷ് ഹൈ, നബി മിണ്ടാതിരുന്നാൽ ഖുദാ കി കിതാബ് ഹൈ, और जब बोलने लगे तो रिसालत माब है. നബി മിണ്ടാതിരുന്നാൽ നബി തന്നെയാണ് ഖുർആൻ. നബി മിണ്ടാൻ തുടങ്ങിയാൽ ഇത് അല്ലാഹുവിന്റെ ദൂതരായ മുഹമ്മദുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി മൗനിയാൽ നബി ദിവ്യഗ്രന്ഥമാണ്. നബി മിണ്ടാൻ തുടങ്ങിയാൽ നബി ദൈവദൂതനുമാണ്. സംസാരിക്കുന്ന മുഹമ്മദ് നബി ദൈവദൂതനാണെങ്കിൽ മൗനിയായ മുഹമ്മദ് നബി ദൈവത്തിന്റെ വേദഗ്രന്ഥമാണ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. तेरी दीद जिसको नसीब है वो नसीब का मिले दीद है, तेरा देखना मेरी ईद है, तेरा रुख कलामे मजीद है, नहीं जिसकी कोई मिसाल है. നബിയെ അങ്ങേ കാണുന്നത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. നബിയെ അത് ഏറ്റവും പൂർണ്ണമായ ഭാഗ്യമാണ്. അങ്ങേ കാണുന്നതെന്റെ ഈദായ പെരുന്നാളുമാണ്. നബിയെ അങ്ങയുടെ മുഖം പരിശുദ്ധ ഖുർആന്റെ വദനമാണ്. നബിയെ അങ്ങനെ വരുമ്പോ നഹീ ജിസ്കി കോയി മിസാൽ ഹേ, അങ്ങേക്ക് സമമായിട്ട് ആരുമില്ല നബിയെ. നഹീ ജിസ്കി കോയി മിസാൽ ഹേ, അങ്ങല്ലയോ ആമിനയുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി. യെ ജഹാൻ ഫിദാ തെരെ നാം പർ, യെ ജഹാൻ ഫിദാ തെരെ നാം പർ. ഈ ലോകം അങ്ങേക്ക് ദണ്ഡമാണ് നബിയേ. ഖുശ്ബൂ ബരാ തെരാ നാം ബി, അങ്ങയുടെ നാമം എത്രമേൽ സുഗന്ധമാണ് നബിയെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യെ ജഹാൻ ഫിദാ തെരെ നാം പർ, ഈ ലോകം അങ്ങയുടെ പേരിന് ദണ്ഡമാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുശ്ബൂ ബരാ തെരാ നാം ബി, അങ്ങയുടെ പേര് സുഗന്ധപൂരിതമാണ് നബിയെ. തെരി സാത്ത് പർ ഹോ ദറൂദ് ഭി, അങ്ങയുടെ സത്തമേലാണ് മുഴുവൻ സലാത്തും വർഷിക്കപ്പെടുന്നത് നബിയെ. തെരാ നാം പർ ഹോ സലാം ഭി, അല്ലാഹുവിന്റെ മുഴുവൻ ശാന്തിയും അങ്ങയുടെ പേരിലുമാണ്. തൂ ഹേ മേരാ മാഹ് തമാം ഭി, എന്റെ പൂർണ്ണ ചന്ദ്രൻ
ചന്ദ്രനും അങ്ങ് തന്നെയാണ് നബിയേ. എന്റെ ജീവിതത്തിൽ നിലാവ് ചൊരിഞ്ഞു നിൽക്കുന്ന ചന്ദ്രൻ, ഹേ ലൂട്ടി ലൂട്ടി മേരി സുബ്ഹ, എന്റെ പ്രഭാതവും അങ്ങാണ് നബിയേ. ഹേ ബുജി ബുജി മേരെ ശാം ഭി, എന്റെ സന്ധ്യ അണഞ്ഞു പോകുന്നതും അങ്ങയുടെ ഓർമ്മയിലാണ്, എന്റെ ഉഷസ് ഉണരുന്നതും അങ്ങയുടെ ഓർമ്മയിലാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ചേർന്നൊരു ഹദീസ് പറയുന്നുണ്ട്, രണ്ട് മഹത്തുക്കൾ. നബി മൂസ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയിൽ നിന്ന് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അറിയിക്കുന്ന റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ഇന്ന മസല മാ ബഅസനി അല്ലാഹു ബിഹി അസ്സ വജൽ, അല്ലാഹു എന്നെ നിയോഗിച്ചതിന്റെ ഉപമ, അതിന്റെ ഉദാഹരണം, മിനൽ ഹുദാ വൽ ഇൽമി, അല്ലാഹു സന്മാർഗവുമായിട്ടും സത്യവിജ്ഞാനവുമായിട്ടും എന്നെ നിയോഗിച്ചതിന്റെ എക്സാമ്പിൾ, അതിന്റെ ഒരു സിമിലി, അതിന്റെ ഒരു ഉപമ എപ്രകാരം എന്ന് ചോദിച്ചാൽ, കമസലി ഗൈസ്, മഴയുടെ ഉപമ പോലെയാണ്. ഞാൻ മഴ പോലെ വന്നതാണ്. പരിശുദ്ധ റസൂൽ. ഈ അടുത്ത കാലത്ത് പ്രളയം ഉണ്ടായപ്പോൾ ഞാൻ ആലോചിച്ചൊരു സംഗതി ഉണ്ട്. കേരളത്തിൽ പലയിടത്തും നമ്മുടെ ജനം, നമ്മുടെ ആൾക്കാർ, നമ്മളെല്ലാവരും മഴയെ പേടിക്കുന്നൊരവസ്ഥ വന്നു. ഇപ്പോഴും കേരളം അങ്ങനെയാണ്. ആരും മഴ എൻജോയ് ചെയ്യുന്നില്ല, ആരും മഴ ആസ്വദിക്കുന്നില്ല. എൻ്റെ ചെറുപ്പത്തിൽ മഴ പെയ്തിട്ട് തോടും പാടും ഒന്നാകുക എന്ന് പറയും പഴമക്കാർ. വെള്ളം കൂടിയിട്ട് തോട് നിറഞ്ഞിട്ട് പാടും കൂടി കവിയുമ്പോൾ തോടും പാടും ഒന്നായി എന്ന് പറയും. കാണാൻ പോയിട്ട് കൗതുകത്തോടെ നോക്കി നിൽക്കും. ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് എത്രയോ തവണ തോടും പാടും ഒന്നായി. ആർക്കും കാണാൻ താല്പര്യമില്ല, ഭയം വന്നുപോയി, മഴയെ പേടിച്ചു. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇനിയുള്ള കാലം മഴയെ പറ്റി എങ്ങനെ പറയും? മഴ റഹ്മത്താണെന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ നമുക്ക് മഴയെ പ്രശംസിക്കാൻ പേടിയായി, മഴ ബർക്കത്താന്ന് പറയാൻ ആശങ്കയായി. മഴ വെള്ളപ്പൊക്കമായിട്ട് മാത്രം വരല്ല, മഴ പെട്ടെന്ന് ഭൂമിയെ പിടിച്ചു കുലുക്കി പെയ്ത മഴയെ തുടർന്നു, അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടായി. മകനിങ്ങനെ കൈക്കോട്ട് കളിച്ചിട്ട് വെള്ളത്തിന്റെ ചാലിങ്ങനെ കീറി കൊടുക്കുമ്പോ അമ്മ മകന്റെ അടുത്തേക്ക് വർത്തമാനം പറയാൻ വന്നപ്പോ വലിയൊരു വെള്ളപ്പാച്ചിൽ വരുന്നത് മകൻ കാണുകയാണ്. അമ്മയെ ഒന്ന് മാറി നിൽക്കിന്ന് പറഞ്ഞ അമ്മയെ പിടിച്ച് വലിക്കാൻ മകൻ ശ്രമിച്ചിട്ട് പോലും അമ്മയെ കിട്ടാതെ ആ കൂലം കുത്തി ഒഴുക്ക് അമ്മയെ മകൻ നോക്കി നിൽക്കുമ്പോൾ കൊണ്ടുപോയി. ഇത് ആഫ്രിക്കയിലും ന്യൂസിലാൻഡിലും അല്ല, നമ്മളെ മലപ്പുറത്തെ കോട്ടക്കുന്നുമ്മ സംഭവിച്ചതാണ്. അതോട് തീർന്നില്ല. അപ്പൊ ആ വീട്ടിന്റെ അകത്ത് ഈ ചെറുപ്പക്കാരന്റെ പത്നി ഉണ്ടായിരുന്നു, സഹധർമ്മിണി. അവരെയും കൊണ്ടുപോയി. അവരെ മാത്രമല്ല കൊണ്ടുപോയത്, അവരുടെ കുഞ്ഞിനെയും കൊണ്ടുപോയി, അമ്മയെ കൊണ്ടുപോയി, ഭാര്യയെ കൊണ്ടുപോയി, കുഞ്ഞിനെ കൊണ്ടുപോയി. മണ്ണ് കളച്ചിട്ട് ദേഹം എടുത്തപ്പോ ഈ കുട്ടിക്ക് മുല കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു ഈ ചെറുപ്പക്കാരന്റെ ഭാര്യ. അതുകൊണ്ട് കുഞ്ഞ് മാതാവിന്റെ മാറിടത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന 2 ദേഹങ്ങളെ എടുത്തു. ഞാൻ പരിശുദ്ധ നബിയുടെ ഒരു മഹാത്ഭുതം പറയാണ്, അല്ലെങ്കിൽ ഖുർആന്റെ ഒരു മഹാത്ഭുതം പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനിലും നബി വചനങ്ങളിലും മഴ 2 മഴയാണ്. എല്ലാ മഴയും ഒരുപോലല്ല. ഒന്ന് ഗൈസാണ്, ഒന്ന് മത്തറാണ്. ഗൈസ് എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് അനുഗ്രഹമായിട്ട് വരുന്ന നല്ല മഴ, ആശ്വാസമഴ, ശാന്തി മഴ, മുളപ്പിക്കുന്ന മഴ, ചെടികൾക്ക്, മനുഷ്യർക്ക്, മിണ്ടാപ്രാണികളായ മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മഴ, അതാണ്. അതേസമയം അല്ലാത്ത മഴയെ ഖുർആൻ വിളിക്കുന്നത് മത്തർ എന്നാണ്. ദുരന്തമായിട്ട് വരുന്ന മഴ അത് വേറെയാണ്. പരിശുദ്ധ റസൂൽ ഞാനൊരു മഴയാണെന്ന് നബി പറയണം സല്ലല്ലാഹു അലൈഹി വസല്ലം.